ഹായ്, കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സൈലന്റ് ഗുരുവിലേക്ക് സ്വാഗതം. കേട്ടറ്റ് പരീക്ഷയ്ക്ക് അടുത്തിടെ വന്ന 1-2 ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നോക്കേ, ഫിനോൾഫ്തലീൻ സോപ്പ് ലായനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏത്? കഴിഞ്ഞതിന് മുന്നത്തെ തവണ കേട്ടറ്റ് പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യനാണ്. അതിലെ ഓപ്ഷൻസ് നോക്കൂ: നീല, പിങ്ക്, ചുവപ്പ്, നിറമില്ല. അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഒരു എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ പറയാം. KClന്റെ ജലീയ ലായനിയിലേക്ക് ഒരു തുള്ളി ഫിനോൾഫ്തലീൻ ചേർത്താൽ ലഭിക്കുന്ന നിറം എന്ത്? നിറം പിങ്കായി മാറുന്നു, നിറത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, നിറം ചുവപ്പായി മാറുന്നു, നിറം മഞ്ഞയായി മാറുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ കേട്ടറ്റിലെ മറ്റ് പല പരീക്ഷകൾക്കും ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻഡിക്കേറ്ററുകൾ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. സോ ഇൻഡിക്കേറ്ററുകൾ എന്ന് പറയുന്നത് നന്നായി പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കേട്ടറ്റ് പരീക്ഷകളിൽ സ്ഥിരമായി ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കിയാലും ആസിഡുകൾ ബേസുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് തന്നെ ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നു കാണുന്ന ഒരു ഏരിയയാണ് ഈ ഇൻഡിക്കേറ്ററുകൾ. എന്താണ് ഇൻഡിക്കേറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറം മാറ്റത്തിലൂടെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ. ഇപ്പം നമ്മൾ വാഹനങ്ങളുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ലൈറ്റിലൂടെയാണ് നമുക്ക് ഇന്ന സൈഡിലേക്ക് തിരിയണമെന്ന്, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാഫിക് സിഗ്നലാണെങ്കിൽ ഇപ്പോൾ പോകരുത്, അല്ലെങ്കിൽ ജാഗ്രത, ഇപ്പോൾ കടന്നു പോകാം, ഇങ്ങനെയൊക്കെ പല നിറങ്ങളിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ നിറങ്ങളിലൂടെ ഒരു വസ്തു ആസിഡ് ആണോ, ബേസ് ആണോ, അതോ ന്യൂട്രൽ ആണോ എന്ന് കാണിച്ചു തരുന്നവയെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സുകൾ അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻഡിക്കേറ്ററുകളാണ് നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫിനോൾഫ്തലീൻ, അതുപോലെ മീഥൈൽ ഓറഞ്ച് മുതലായവ. ഫിനോൾഫ്തലീൻ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ നിറമില്ലാത്ത വസ്തുവാണത്. നമ്മുടെ പച്ചവെള്ളം പോലത്തെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ലിക്വിഡ്. ഇനി ഇത് ആസിഡിൽ ഇട്ടാലോ അപ്പോഴും നിറം മാറ്റമില്ല. അപ്പോൾ ആസിഡിലായാലും ഫിനോൾഫ്തലീൻ അങ്ങനെ തന്നെ ആയാലും ഇതിന് നിറമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇത് ആൽക്കലിയിൽ ഇടുമ്പോൾ ഇതിൻ്റെ നിറം പിങ്കായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഈ നിറം മാറ്റം ഓർത്തിരിക്കാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ കൈക്കൂലിക്കാരെ പിടിക്കാനായിട്ട് നാം ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഫിനോൾഫ്തലീൻ. ഞാൻ പറഞ്ഞു ഫിനോൾഫ്തലീന് നിറമില്ലാത്തതാണ്, പച്ചവെള്ളം പോലൊരു പദാർത്ഥമാണ് ഈ ഫിനോൾഫ്തലീൻ. അപ്പോൾ കൈക്കൂലിക്കാരെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ആരോപിക്കപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫിനോൾഫ്തലീൻ പുരട്ടിയ നോട്ടുകളായിരിക്കും നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. ഇനി ഫിനോൾഫ്തലീൻ നമ്മൾ ആ കൈക്കൂലിക്കാരെന്ന് കരുതുന്ന ആൾ അതിനിപ്പോൾ വാങ്ങിയെന്നോ എണ്ണിയെന്നോ ഇരിക്കട്ടെ, അവരുടെ കയ്യിലൊക്കെ ഫിനോൾഫ്തലീൻ ആകും. ഉടനെ പോയി ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് കഴുകിയാൽ തന്നെ അതിൽ നിറം മാറ്റത്തിൽ നിന്ന് ഇത് ഇയാൾ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫിനോൾഫ്തലീന് ആൽക്കലിയിൽ പിങ്ക് നിറമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സോപ്പ് അറിയാലോ, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൽക്കലി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോപ്പ് നിർമ്മിക്കുന്നത്. സോപ്പ് ഒരു ആൽക്കലി വസ്തുവാണ്. അപ്പോൾ ഇങ്ങനെ ഫിനോൾഫ്തലീൻ എന്ന് പറയുമ്പം ഓർത്തിരിക്കേണ്ട 3 പോയിന്റുകൾ ശ്രദ്ധിക്കുക. 1, ഫിനോൾഫ്തലീന് നിറമില്ല. ആസിഡിലായാലും ഫിനോൾഫ്തലീന് നിറമില്ല. ആൽക്കലിയിലാകുമ്പോൾ ഫിനോൾഫ്തലീൻ പിങ്ക് കളർ. പ്ലസ് കൈക്കൂലിക്കാരെ പിടിക്കാനായി നാം ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഫിനോൾഫ്തലീൻ. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു ഇൻഡിക്കേറ്ററാണ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പേര് തന്നെ മനസ്സിലാവും ഇല്ലേ, അതിൻ്റെ കളർ എന്താണ്? ഓറഞ്ച് നിറമാണ്. ഇനി ഇതിൽ ആസിഡിലാകുമ്പോൾ ഇതിന് പിങ്ക് നിറമാണ് ലഭിക്കുന്നത്. ആൽക്കലിയിലാകുമ്പോൾ മഞ്ഞ നിറം. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 3 കളേഴ്സ് ഓർത്തിരിക്കണം. മീഥൈൽ ഓറഞ്ചിന് ഓറഞ്ച് നിറമാണ്, ആസിഡിലാകുമ്പോൾ അത് പിങ്ക് നിറം, ആൽക്കലിയിലാകുമ്പോൾ അതിന് മഞ്ഞ നിറമാണ് ലഭിക്കുന്നത്. ഇതൊന്നുമല്ലാതെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററുകളാണ് ഈ ലിറ്റ്മസ് പേപ്പറുകൾ അല്ലേ. ചുവന്ന ലിറ്റ്മസ് പേപ്പർ, നീല ലിറ്റ്മസ് പേപ്പർ മുതലായ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഈ നീല ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ ചെമ്പരത്തിപ്പൂവ് വെള്ള പേപ്പറിൽ എഴുതിയൊക്കെ കിട്ടുന്ന നീല ലിറ്റ്മസ് പേപ്പർ. ഇതിൻ്റെ നിറം മാറ്റം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുകയാണ് ആസിഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആസിഡിലുള്ള നിറം മാറ്റം നീല ലിറ്റ്മസ് ചുവപ്പായി മാറുന്നു. ബ്ലൂ ടു റെഡ് ഇൻ ആസിഡ്. ബ്രെയിൻ എന്ന് ആലോചിച്ചാൽ നമുക്കത് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാം. ബ്രെയിൻ, ബ്ലൂ ടു റെഡ് ഇൻ ആസിഡ്. ഇനി ആൽക്കലിയിലാകുമ്പോഴോ നീല ലിറ്റ്മസ് ചുവപ്പായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ ചുവന്ന ലിറ്റ്മസ് നീലയാവുകയാണെങ്കിൽ അതിനെ നമുക്ക് ആൽക്കലി എന്ന് പറയാം. എന്നാൽ നീല ലിറ്റ്മസ് ചുവപ്പാകുമ്പോൾ അത് ആസിഡ് ആണെന്നും ഉറപ്പുവരുത്താം. അപ്പോൾ ഇവയാണ് പ്രധാനപ്പെട്ട ആസിഡ് ബേസ് ഇൻഡിക്കേറ്ററുകൾ.
ഇനി സാധാരണയായിട്ട് നമ്മൾ ചുറ്റുപാടുമുള്ള ചില വസ്തുക്കൾ നോക്കുകയാണെങ്കിൽ മഞ്ഞൾ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞളിന് മഞ്ഞ നിറമാണ് നമുക്കറിയാം. ആസിഡിലും ഇതിന് നിറമാറ്റമില്ല. എന്നാൽ ആൽക്കലിയിലാകുമ്പോൾ ഇതിനൊരു ചുവന്ന നിറം വരികയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതവുമായി കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെയൊക്കെ വൈറ്റ് ഷർട്ടിലൊക്കെ ഒരു മഞ്ഞളോ അല്ലെങ്കിൽ കറിയോ മറ്റോ ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ സോപ്പിട്ട് കഴുകുമ്പം അതിൻ്റെ ഒരു നിറം വ്യത്യാസം മനസ്സിലാവും അല്ലേ, ഒരു റെഡിഷ് കളറായിട്ട് മാറും. അപ്പം മഞ്ഞളിന് സാധാരണ മഞ്ഞ നിറമാണ്, എന്നാൽ ആസിഡിലെത്തുമ്പോൾ അത് മഞ്ഞ നിറം തന്നെ, ആൽക്കലിയിലെത്തുമ്പോൾ അത് ചുവപ്പ് നിറമായിട്ട് മാറുകയാണ് ചെയ്യുക. ഇതൊക്കെയാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആസിഡിലാകുമ്പോഴോ ബേസിലാകുമ്പോഴോ ആണ് ഈ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് നിറം മാറ്റത്തിലൂടെ സൂചന നൽകുന്നത്. നോക്കൂ, മറ്റൊരു ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ജലീയ ലായനിയിലേക്ക് ഒരു തുള്ളി ഫിനോൾഫ്തലീൻ ചേർത്താൽ എന്ത് ലഭിക്കും? കേട്ടറ്റിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ലവണമാണ്. ഇതിന് ആസിഡ് സ്വഭാവവുമില്ല, ആൽക്കലി സ്വഭാവവുമില്ല. പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, ഇതെല്ലാം ഈ 3 എണ്ണവും ഇതേ രീതിയിലുള്ള ചോദ്യം ആവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവയ്ക്കൊക്കെ സാധാരണ ഒറിജിനലി എന്ത് നിറമാണോ ഉള്ളത് അതേ നിറങ്ങൾ തന്നെയാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഈ ലായനിയിലും, അതായത് പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് മുതലായവയുടെ, അതായത് ന്യൂട്രലായ വസ്തുക്കളുടെ ലായനിയിലും തരുന്നത്. അപ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്